പതിവിലും വിപരീതമായി നല്ല മഴയായിരുന്നു. ഈ മഴയിൽ നനഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ജാൻകുട്ടിയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഞാൻ കയറുന്നു. മുടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലേ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതി. അപ്പോൾ ദാ വരുന്നു എൻ്റെ വീട്ടിലേക്കുള്ള അവസാനത്തെ ബസ്. അത് കണ്ടതും ഞാൻ അതിൽ ചാടിക്കയറി. നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി. ഇതാരി കാശിമോനു? വർഗീസേട്ടാ? അല്ല, കുഞ്ഞിന്റെ ബസ്സില് കുഞ്ഞിന്റെ വണ്ടി എന്തേ? സാധാരണ വണ്ടിയിലല്ലേ മാറ്, എന്ത് പറ്റി? ഈ മഴയത്ത് നനഞ്ഞ് ചെന്ന് കഴിഞ്ഞാ ജാനിക്കുട്ടിയുടെ നല്ലത് കേൾക്കും. അതുകൊണ്ടിട്ട് ബൈക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ ബസ്സിന് പോവാന്ന് കരുതി. അല്ല, വർഗീസേട്ടനെ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ഞാനിപ്പോ എന്റെ മൂത്ത മകളുടെ വീട്ടിലാ കഴിച്ചി. ഒരു ദിവസം വന്ന് അവൾ എന്നെ അങ്ങ് കൊണ്ടുപോയി. അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് വിടാറ് പോലും ഇല്ല. പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ, എത്രയൊന്നും വെച്ചാ ഒറ്റയ്ക്ക് ഇരിക്കുക. ഇപ്പൊ പിന്നെ ഞാൻ വന്നതെന്ന് വെച്ചാ കുറച്ച് മരുന്നുകൾ വാങ്ങിക്കാൻ വേണ്ടി. ഷുഗർ, പ്രഷർ അതൊക്കെ ഇത്തിരി ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി മരുന്നുകൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ 100 വിളിയായി പിള്ളേര്. മുത്തശ്ശൻ എവിടെയാ, വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി നാളെ എന്തായാലും രാവിലെ മരുന്ന് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകണം. അതെന്തായാലും നന്നായി. കൊച്ചുമക്കളുടെ കൂടെ നിൽക്കുമ്പോ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും. കഴിഞ്ഞോട്ടും ജാനിക്കൊച്ചിനെ കണ്ടപ്പോഴത്തേക്ക് നിന്റെ കല്യാണക്കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞു. അതൊക്കെ എന്തായി? കല്യാണാലോചനയൊക്കെ തകർച്ചയായിട്ട് നടപ്പുണ്ട്. 1-2 പോയി കണ്ടു. പിന്നെ LP സ്കൂൾ അധ്യാപകനായതുകൊണ്ട് തോന്നുന്നു കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ അങ്ങനെയൊന്നും പോയില്ല. ഇതിന്റെ പേരും പറഞ്ഞ് ഞാനും ജാനിക്കുട്ടിയും സ്ഥിരം അടിയാ വീട്ടില്. എന്തായി കേക്കണേ? അറിവ് പറഞ്ഞു കൊടുക്കുന്ന മാഷിനെ കുട്ടികൾക്ക് വേണ്ടെന്നോ? മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ എന്റെ കാശിയെ? മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ തന്നെയാ. ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്തൊന്നും അതൊന്നും പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റൂല എൻ്റെ വർഗീസേട്ടാ. പിന്നെ കാലവും മാറുമ്പോ കോലവും മാറണമെന്നല്ലേ. കാലം മാറിയിട്ടും കോലം മാറാത്ത ആൾക്കാരെയൊക്കെ കുട്ടികൾക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതെ, നിനക്കെന്താ കാശ് കുഴപ്പം? നിനക്കുള്ള കുട്ടി എവിടെയെങ്കിലുമൊക്കെ ജനിച്ചിട്ടുണ്ടാവും. ഇനി ജനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ ആള് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഈശ്വര, ഇനി എപ്പോഴാ വീട്ടിൽ ചെല്ലുക? സമയം തന്നെ ഇപ്പൊ ഒരുപാടായി. ജാനിക്കുട്ടി ഇരുന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടാവും. ചെല്ലുമ്പോ കേക്കാം. யாயும் யாயும் யாராகியரோ நெஞ்சில் நீண்டதென்ன, யாயும் யாயும் யாராகியரோ நெஞ்சில் நீண்டதென்ன, யானும் நீயும் எவ்வழி அறிந்தும் உறவு சேர்ந்ததென்ன, ஒரே ஒரு தீண்டல் செய்தாய் உயிர் கொடி பூத்ததென்ன, ஒரே ஒரு தீண்டல் செய்தாய் உயிர் கொடி பூத்ததென்ன, செம்புலம் சேர்ந்த நீர் துளி போல் அன்புடை நெஞ்சம் கலந்ததென்ன. ആളെ കണ്ടപ്പോ എന്റെ ഹൃദയം തന്നെ ഇങ്ങനെ അടിക്കുന്നത്. എന്തോ ശ്വാസം കിട്ടാത്ത പോലെ. എനിക്കെന്താ അതിനേരം കണ്ണിലേക്ക് നോക്കാൻ പറ്റാതിരുന്നേ. திருமகனே திருமகனே நீ ஒரு நாழிகை பாராய், வெண்ணிற புறவையில் வந்தவனே
കാശേട്ടാ, നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ഇതേ ഇറങ്ങാനുള്ള സ്ഥലമായില്ലോ. ഈശ്വര, ഈ മഴ ഇന്നങ്ങ് തീരുന്നു തോന്നുന്നില്ല. ജാനിക്കുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോ കേൾക്കാം എന്താണോ അവിടുത്തെ അവസ്ഥ. എന്താണെങ്കിലും ഈ നെഞ്ചത്ത് ഒരു ഭരതനാട്യം കുച്ചിപ്പുടിയും എന്തായാലും അരങ്ങേറും. ദൈവമേ കാത്തോണേ. ജാനിക്കുട്ടിയുടെ അനക്കൊന്നും കേൾക്കാനില്ലല്ലോ. ഇവിടെ ആളില്ലേ? ആ, കാശി സാറ് വന്നോ? എന്താണാവോ ഇത്ര നേരത്തെ? എന്റെ പൊന്നു ജാനിക്കുട്ടി, ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടാതെ. എന്തൊരു മഴയാ, അതല്ല ഞാൻ വൈകിയേ. അല്ല, നിന്റെ ബൈക്കെന്തേ? വണ്ടി വരുന്ന സൗണ്ടൊന്നും കേട്ടില്ലായിരുന്നല്ലോ. പിന്നെ കാശി, എത്ര തവണ ഞാൻ വിളിച്ചു? ആ ഫോണൊന്നും നിനക്ക് എടുത്താലെന്താ? മനുഷ്യന്മാർക്ക് ആവശ്യത്തിന് ഈ ഫോണൊക്കെ. ഇത് ഇത് നീ ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തലമാരിൽ വെച്ച് പൂട്ട്, അല്ലെങ്കിൽ അത് വല്ലവർക്കും കൊടുക്ക്. അല്ല, ദേഷ്യം വരുന്നില്ലേ? എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുക? നീ എന്താ ഫോൺ എടുക്കായിരുന്നേ? വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അന്നേരം സൈലന്റ് ആക്കിയിട്ടിരുന്നതാ. പിന്നെ സൈലന്റ് മാറ്റാൻ മറന്നുപോയി. ട്യൂഷൻ സെന്ററിൽ ചെന്നിട്ടും സൈലന്റ് മാറ്റണം എന്ന് കരുതിയതാ. പിന്നെ ആ കാര്യങ്ങൾ വിട്ടുപോയാമേ. ബൈക്ക് നമ്മൾ സ്കൂളിൻ്റെ അടുത്തെത്തിയപ്പോൾ മഴ പെയ്തു. അന്നേരം ഞാൻ അവിടെ ബൈക്ക് എടുത്ത് വെച്ചിട്ട് ബസ്സിന് എങ്ങ് പോന്നു. ഇന്ന് അതൊന്ന് വിളിച്ച് പറഞ്ഞുകൂടെ എൻ്റെ കുട്ടിയെ? മനുഷ്യനോടെ തീ തിന്ന ഓരോ സമയം നിൽക്കുന്നത്. അതെങ്ങനെ അമ്മ ഒറ്റക്കാണെന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മോനുണ്ടോ? അതെന്താ ജാനിക്കുട്ടി അങ്ങനൊരു വർത്താനം? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തോരം വിളിച്ചു. നിനക്കൊന്ന് തിരിച്ചു വിളിക്കാൻ പാടില്ലായിരുന്നു? നീ വിളിച്ചില്ലല്ലോ. അയ്യോ എൻ്റെ പൊന്നമ്മേ, ഞാൻ ബസ്സിൽ കയറിയ ശേഷം ഞാൻ ഫോൺ എടുത്ത്. അപ്പോഴമ്മയുടെ മിസ് കോൾ ഉണ്ട്. എത്താറായതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കാതിരുന്നത്. ഇപ്പം ഞാനിങ്ങ് വന്നില്ലേ. ഇനിയെങ്കിലും ഒന്ന് ആ ദേഷ്യം ഒന്ന് മാറ്റി വെക്ക്. നിനക്കങ്ങനെ പറയാൻ കാശി. അല്ലെങ്കിൽ എനിക്ക് മഴ കാണുമ്പോഴും കേൾക്കുമ്പോഴും പേടിയാണ്. ഇതുപോലൊരു മഴയത്ത് നിൻ്റെ അച്ഛനും അതേപോലെ പേടിച്ചിട്ടാ കാശി, അല്ലാതെ വേറൊന്നുമല്ല. അതിൻ്റെ പേരിൽ അമ്മേനെ കണ്ണറിക്കണ്ട. ഞാൻ ഇനി വരാൻ വൈകുവാണ് എന്തായാലും വിളിച്ചു പറയാം. ശരി, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, നീ വന്ന് കഴിക്കാൻ നോക്ക്. മഴ കാണുമ്പോൾ എനിക്കും പേടിയാമ്മേ. അന്ന് അച്ഛൻ ആ ടാക്സി ഓട്ടത്തിന് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ നമ്മുടെ ഇവിടെ അച്ഛനും കണ്ടേനല്ലേ. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ ഉണ്ടാവില്ലായിരുന്നല്ലേ. കാശി, ഭക്ഷണം എടുത്തു വച്ചിരിക്കുന്നു, വാ. ചോദിക്കാൻ മറന്നു, എന്താ പെട്ടെന്നൊരു മീറ്റിംഗ് ഒക്കെ? കിരൺ സാറിൻ്റെ അമ്മക്ക് വയ്യാത്തതുകൊണ്ട് സാറ് നാട്ടിൽ പോയേക്കുക. അതിന് പകരം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മാഷിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ സാറിൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ മകൻ നാളെ വരുന്നുണ്ട്. അപ്പോൾ അത് പറയാനും പിന്നെ പുള്ളിക്ക് സ്റ്റേ നമ്മുടെ വീട്ടിലാണ്. അതുകൂടെ പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു മീറ്റിംഗ് വെച്ചതാ. അതെന്തായാലും നന്നായി. ഇനിയിപ്പോൾ ഈ വീട്ടിലൊരാളും അനക്കൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് നാളെ ആളെപ്പോഴാണ് വരിക? ആള് സ്കൂളിലേക്ക് രാവിലെ വരുമെന്നാ ചന്ദ്രശേഖരൻ സാറ് പറഞ്ഞത്. വീട്ടിലേക്ക് എൻ്റെ കൂടെ വൈകുന്നേരം എന്തായാലും പോരും. അമ്മേ, ഞാനൊന്ന് പോയി കിടക്കട്ടെ, നാളെ നേരത്തെ പോകണം. പിന്നെ നന്നായിട്ട് ഉറക്കം വരുന്നു. എന്നാ പോയി കിടന്നോളൂ, നാളെ നേരത്തെ എണീക്കണ്ടല്ലേ. யாயும் யாயும் யாராகியரோ நெஞ்சில் ஏந்ததென்ன யானும் நீயும் எவ்வழி அறிந்தும் உறவு എന്റെ കാശി, നീ എന്ത് കിടന്ന് ഉറങ്ങാത്തെ? എന്തിനാ കണ്ണുകളെ പറ്റി ചിന്തിച്ചിരിക്കുന്നേ? കിടന്നുറങ്ങ. നാളെ നിനക്ക് സ്കൂളിൽ ഒരുപാട് പണിയുള്ളത്. ഒന്ന് കിടന്നുറങ്ങടാ. ദൈവമേ, ഈ കണ്ണ് എനിക്കൊരു പണിയാവുന്ന തോന്നുന്നേ.
കാശി, നീ ഇറങ്ങാറായില്ലേ? സമയം ഒരുപാടായി. നിനക്ക് നേരത്തെ പോണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ദേ ഇറങ്ങുവാ അമ്മേ. ഏ? എന്താ മോനെ? അതോ സാറ് ഇന്നലെ തുടങ്ങി ഒരു മായാലോകത്ത് നിൽക്കുവോ? അതിനകത്തുനിന്ന് പുറത്തു വരാൻ വല്ല വഴിയുണ്ടോന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു. ഇല്ലല്ലോ, കിട്ടിയില്ല. ഇനി വേണം അന്വേഷിക്കാൻ. കാശി സാറിന് ചന്ദ്രശേഖരൻ സാറ് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ശേഖരൻ സാർ എന്താ വിളിച്ചേ? ആ വാ കാശി. കഴിഞ്ഞ ദിവസം ഒരു മാഷ് വരുന്ന പറഞ്ഞിട്ടുണ്ടായില്ലേ? ആ ആളിപ്പോ തന്നെ വരുമെന്നാ പറഞ്ഞത്. ഒരു 10 മിനിറ്റ് എടുക്കുമെന്നാ പറഞ്ഞത്. ആൾക്ക് സ്ഥലമൊന്നും പരിചയമില്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് കുറച്ച് വൈകും. അതൊക്കെ നമുക്ക് വഴിയെ ശരിയാക്കാം. ആളൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. എക്സ്ക്യൂസ് മീ സർ. ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അത് പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ചേട്ടന്മാരില്ലേ, അവരെന്നെ ഇവിടെ കറക്റ്റായിട്ട് വന്ന് കൊണ്ടുവന്നാക്കി. അതുകൊണ്ട് പിന്നെ വഴി അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് ഇവിടെ എത്താനായിട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ദേവ, ഇത് കാശി, നമ്മുടെ ഇവിടുത്തെ മലയാള അധ്യാപകനാണ്. വൈകിട്ട് കാശിയിലൂടെ പൊക്കോളൂ കേട്ടോ. അവിടെയാണ് താമസമൊക്കെ ശരിയാക്കിയിരിക്കുന്നത്. അല്ല, അത് പിന്നെ മാഷി, എൻ്റെ ബാഗൊക്കെ എവിടെയൊന്ന് വെക്കുക? അത് നമുക്ക് സ്റ്റാഫ് റൂമിൽ വെക്കാം. പിന്നെ ക്ലാസ് അറിയില്ലല്ലോ, ഞാൻ ക്ലാസ്സും കാണിച്ചുതരാം. വാ എൻ്റെ കൂടെ. ദേവ് വളരെ വേഗം തന്നെ എല്ലാവരുമായിട്ടും നന്നായിട്ട് ഇടപഴകാൻ തുടങ്ങിയായിരുന്നു. ഇവിടെ അവന് ഇഷ്ടപ്പെട്ടു തോന്നിയെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോ ഞാൻ അവനൊരു ചേട്ടനും അവൻ എനിക്കൊരു അനിയനായിട്ട് മാറിക്കഴിഞ്ഞു.